ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ദശരഥ മഹാരാജാവ് ഗുരുവിനോടും മന്ത്രിമാരോടും രാമനെ അഭിഷേകം ചെയ്യാൻ വേണ്ടതൊക്കെ ഒരുക്കാൻ ഏൽപ്പിച്ച ശേഷം സന്തോഷത്തോടെ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ചെന്നു. അവിടെ തൻ്റെ പ്രിയപത്നിയായ കൈകേയിയെ കണ്ടില്ല. താൻ അന്തഃപുരത്തിലെത്തിയാൽ ഉടൻ തന്നെ പുഞ്ചിരിയോടെ തന്നെ സ്വീകരിക്കാറുള്ള പത്നിയെ ഇന്ന് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖാർത്ഥനായി ദാസിമാരോട് ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ സ്വാമിനിയെ കാണാത്തതെന്താണ്? എവിടെ പോയി? ദാസിമാർ പറഞ്ഞു, ദേവി ക്രോധാകാരത്തിലാണ്. കാരണം എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് കേട്ട് പരിഭ്രമിച്ചു പോയ രാജാവ് വേഗം തന്നെ ക്രോധാകാരത്തിലെത്തി. അവിടെ വെറും നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന കൈകേയിയുടെ ശരീരം സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് ചോദിച്ചു, പ്രിയേ, കട്ടിലും കിടക്കയും എല്ലാം ഉപേക്ഷിച്ച് നീ എന്തിനാണ് ഇവിടെ വന്ന് വെറും നിലത്ത് കിടക്കുന്നത്? എന്താണ് നിന്റെ കോപത്തിന് കാരണം? എന്നോട് പറയൂ. നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാം. ആരാണ് നിന്നോട് അനിഷ്ടം പ്രവർത്തിച്ചത്? പറയൂ. അത് പുരുഷനായാലും സ്ത്രീയായാലും ഞാൻ അവരെ ശിക്ഷിക്കും. നിന്നെ സന്തോഷിപ്പിക്കാനായി എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഞാൻ സാധിച്ചു തരും. നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നവനാണ് ഞാൻ. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതെല്ലാം അറിഞ്ഞിട്ടും നീ ദുഃഖിക്കുന്നതും കോപിക്കുന്നതും വെറുതെയല്ലേ? നിനക്കിഷ്ടപ്പെട്ട ഏത് ദരിദ്രനെയാണ് ഞാൻ കുബേരനാക്കേണ്ടത്? നിനക്ക് അനിഷ്ടം ചെയ്ത ഏത് ധനികനെയാണ് ഞാൻ പിച്ചക്കാരനാക്കേണ്ടത്? നിനക്ക് അനിഷ്ടം പ്രവർത്തിച്ച ആരെയാണ് ഞാൻ വധിക്കേണ്ടത്? കൊലക്കുറ്റത്തിന് വിധിച്ച ആരെയാണ് മോചിപ്പിക്കേണ്ടത്? എന്തിനധികം പറയുന്നു, നിനക്ക് വേണ്ടി ജീവൻ വെടിയാൻ പോലും ഞാൻ തയ്യാറാണ്. എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് രാമൻ. ആ രാമനെ പ്രമാണമാക്കി ഞാനിതാ സത്യം ചെയ്യുന്നു. നിന്റെ ആവശ്യം നിശ്ചയമായും ഞാൻ സാധിക്കുന്നതാണ്. രാമനെ നിമിത്തമാക്കി സത്യം ചെയ്തത് കേട്ടപ്പോൾ കൈകേയി കണ്ണീർ തുടച്ച് എഴുന്നേറ്റിരുന്നു. രാജാവിനോട് പറഞ്ഞു, അങ്ങ് ചെയ്ത പ്രതിജ്ഞ സത്യമാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഉടനെ സാധിപ്പിക്കണം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഞാൻ അങ്ങയെ രക്ഷിച്ചതിന് പ്രതിഫലമായി എനിക്ക് 2 വരങ്ങൾ തന്നിരുന്നുവല്ലോ. ആ 2 വരങ്ങളും പിന്നീട് സ്വീകരിക്കാമെന്നാണല്ലോ ഞാൻ അന്ന് പറഞ്ഞത്. ആ വരങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടണം. അതിൽ ആദ്യത്തെ വരം, എൻ്റെ ഓമനപുത്രനായ ഭരതനെ യുവരാജാവായി അങ്ങ് അഭിഷേകം ചെയ്യണമെന്നതാണ്. അടുത്ത വരം, രാമൻ 14 കൊല്ലം വനവാസം അനുഷ്ഠിക്കണമെന്നതാണ്. മരവുരിയും ജടയും ധരിച്ച് ഫലമൂലങ്ങൾ മാത്രം ആഹരിക്കുന്നവനായി രാമൻ ഉടനെ കാട്ടിലേക്ക് പോകണം. 14 സംവത്സരം കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ നാട്ടിലേക്ക് വന്നുകൊള്ളട്ടെ, അല്ലെങ്കിൽ വനത്തിൽ തന്നെ താമസിച്ചു കൊള്ളട്ടെ. രാമൻ നാളെ പ്രഭാതത്തിൽ തന്നെ വനത്തിലേക്ക് പോകണം. താമസിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ പ്രാണത്യാഗം ചെയ്യും. അത് അങ്ങ് ചെയ്ത പ്രതിജ്ഞയുടെ ലംഘനമായി തീരും. അതുകൊണ്ട് അങ്ങ് ചെയ്ത പ്രതിജ്ഞ സത്യമാക്കി തീർക്കൂ. ഇതാണ് എനിക്ക് പ്രിയപ്പെട്ട 2 വരങ്ങൾ. കൈകേയിയുടെ കർണകഠോരമായ വാക്കുകൾ കേട്ട് രാജാവ് ഇടിവെട്ടേറ്റ പോലെ മോഹാലസ്യപ്പെട്ട് വീണുപോയി. കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് എഴുന്നേറ്റു. ഭയപരവശനായി ചിന്തിച്ചു, താൻ ദുസ്വപ്നം കണ്ടതായിരിക്കുമോ, അതോ തൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കുമോ?
ഇങ്ങനെ വിചാരിച്ച് കൈകേയിയെ നോക്കി അവൾ കോപം കൊണ്ട് മതിമറന്ന പെൺപുലിയെപ്പോലെ ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. രാജാവ് കൈകേയിയോട് പറഞ്ഞു, നീ എന്താണ് എൻ്റെ പ്രാണനെ ഹരിക്കുന്ന വാക്കുകൾ പറയുന്നത്? രാമൻ നിനക്ക് എന്ത് അപരാധമാണ് ചെയ്തത്? എന്നോട് നീ പലപ്പോഴും രാമന്റെ ഗുണങ്ങളെ വർണ്ണിച്ച് പറയാറില്ലേ? രാമൻ കൗസല്യയെയും എന്നെയും തുല്യ നിലയ്ക്കാണ് സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു വരുന്നത് എന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ പലപ്പോഴും രാമനെ പുകഴ്ത്തി പറയാറുള്ള നീ ഇപ്പോൾ മറിച്ചു പറയുന്നത് എന്താണ്? ഭരതൻ രാജാവായിക്കൊള്ളട്ടെ, രാമൻ ഇവിടെ താമസിക്കാൻ സദയം അനുവദിക്കൂ. നിനക്ക് രാമനിൽ നിന്ന് ഒരുവിധ ഭയവും ഉണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞ് കണ്ണീരൊഴുക്കിക്കൊണ്ട് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കാൽക്കൽ വീണു. കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളാൽ ദഹിപ്പിക്കുന്ന പോലെ നോക്കിക്കൊണ്ട് കൈകേയി പറഞ്ഞു, രാജാവേ, അങ്ങയ്ക്ക് ഭ്രാന്തുണ്ടോ? എൻ്റെ ഏതാഗ്രഹവും സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്താണ് മാറ്റി പറയുന്നത്? പറഞ്ഞ വാക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അങ്ങയ്ക്ക് നരകപ്രാപ്തിയായിരിക്കും ഫലം. മരവുരിയും മാൻതോലും ധരിച്ച് രാമൻ നാളെ രാവിലെ കാട്ടിലേക്ക് പോയില്ലെങ്കിൽ അങ്ങയുടെ മുൻപിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും. കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥൻ വീണ്ടും ബോധം കെട്ടു വീണു. കുറച്ചു സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞു. ഇങ്ങനെ കൂടെ കൂടെ മോഹാലസ്യപ്പെട്ടു വീണും ബോധം തെളിഞ്ഞും ദീനദീനം കരഞ്ഞു. ഇടയ്ക്ക് ബോധം വരുമ്പോൾ രാമനെ വിളിച്ചു കരയും, കൈകേയിയെ ശപിക്കും. പരമഘാതകി, നിന്റെ ഹൃദയം കാരിരുമ്പാണോ? ഒരു രൂക്ഷ യക്ഷിയായ നീ എങ്ങനെ ഈ കമനീയ രൂപം ധരിച്ച് എൻ്റെ പത്നിയായി? നീ എന്നെ കടിച്ചു കീറി കൊന്നില്ലല്ലോ. ഇല്ല, നീ വിഷമിക്കണ്ട. ഞാൻ സത്യലംഘനം ചെയ്യുകയില്ല. എൻ്റെ വംശത്തെ ഞാൻ മലിനപ്പെടുത്തുകയില്ല. നിന്റെ വരം രണ്ടും ഞാൻ നൽകിയിരിക്കുന്നു. വേതാള രാക്ഷസിയായി നീ തുള്ളി ആനന്ദിച്ചു കൊള്ളുക. ദുഷ്ടേ, ഭരതനേക്കാൾ കൂടുതൽ സ്നേഹം രാമനോടാണെന്ന് നീ പറയാറുണ്ടല്ലോ. ആത്മവഞ്ചകി, രാമൻ നിന്നോട് എന്തു ദ്രോഹം ചെയ്തു? പിന്നെയും അദ്ദേഹം രാമനെ വിളിച്ചു കരഞ്ഞു, പൊന്നുമകനെ രാമ, നിന്നെ ഞാൻ ഹനിച്ചു. പ്രജാവലികളുടെ കണ്ണിലുണ്ണിയെ ഞാൻ ഹനിച്ചു. രാജ്യലക്ഷ്മിയെ ഞാൻ ഹനിച്ചു. പാപിഷ്ടയായ ഒരു ചണ്ഡാളിക്ക് വേണ്ടി എൻ്റെ പൊന്നോമന മകനെ ഞാൻ ബലിയർപ്പിച്ചു. മകനെ, എൻ്റെ പൊന്നു കൺമണി, 14 വർഷത്തെ കാനനവാസം നിനക്ക് ഞാൻ വിധിച്ചല്ലോ. രാജമകുടം ചൂടേണ്ട നിന്റെ ശിരസിൽ ജടാമകുടമാണല്ലോ മകനെ നീ ചൂടാൻ പോകുന്നത്. എന്തൊരു കൊടിയ ശിക്ഷ മകനെ രാമ, കൺമണി. ഇങ്ങനെ വിളിച്ചും കരഞ്ഞും പ്രാണവേദനയോടെ നരേന്ദ്രൻ ആ നിലത്ത് തന്നെ കിടന്നു. നിദ്രാദേവി അദ്ദേഹത്തെ കടാക്ഷിച്ചില്ല. രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് നെടുവീർപ്പുകളിട്ടും ചുടുബാഷ്പങ്ങൾ പൊഴിച്ചും ആ ദുഃഖിതൻ രാത്രി കഴിച്ചുകൂട്ടി. കൈകേയിയുടെ അന്തഃപുര മണിയറയിൽ ദുസ്സഹ മനോവേദനയോടും കഥന ഭാരത്തോടും ദശരഥൻ കിടക്കുന്ന വിവരം ആ കൊട്ടാരത്തിൽ ആരും അറിഞ്ഞില്ല. അരുണോദയമായപ്പോഴേക്ക് പട്ടാഭിഷേക വാർത്ത കാട്ടുതീ പോലെ നഗരം മുഴുവനും പരന്നു കഴിഞ്ഞിരുന്നു. വളരെ അനാർഭാടമായി ചടങ്ങ് മാത്രം നിർവഹിച്ചാൽ മതിയെന്ന് ദശരഥൻ കൽപ്പിച്ചിട്ടും നേരം വെളുത്തപ്പോഴേക്ക് നഗരം മുഴുവനും കുല തോരണങ്ങളാലും കമനീയ കമാനങ്ങളാലും രമണീയമായി അലങ്കരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. രാമന്റെ പട്ടാഭിഷേകം കൺകുളിർക്കെ കാണാനായിട്ട് പൗരാവലികളും കൂട്ടം കൂട്ടമായി വന്നു നിറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കണ്ട് ദാശരഥി ലക്ഷ്മണനോട് പറഞ്ഞു, കുമാര, ഇന്നെൻ്റെ പട്ടാഭിഷേകമാണ്. ആചാരവിധി അനുസരിച്ച് ഞാനും സീതയും അതിനുവേണ്ട ദീക്ഷകളും വ്രതങ്ങളും അനുഷ്ഠിച്ചു കഴിഞ്ഞു. എന്നാലും ഞാൻ രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല. പേരിനു മാത്രം ഞാൻ രാജാവ്. എനിക്ക് വേണ്ടി നീ രാജ്യം ഭരിച്ചുകൊള്ളൂ. ലക്ഷ്മണൻ ഉത്കണ്ഠയോടെ, ജ്യേഷ്ഠ, അവിടുന്ന് എന്താണ് ഇങ്ങനെ കൽപ്പിക്കുന്നത്? രാമൻ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടല്ല. വിധിയുടെ വിചിത്രമായ വിഗതി അപ്രകാരമായിരിക്കും. സൗമിത്രി ആകെ പകച്ച് നിന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി വന്ന് രഘുപതിയെയും ജാനകിയെയും പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുരോഹിത വൃന്ദങ്ങൾ അവിടെ മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുളിച്ച് പട്ടാമ്പരം ചുറ്റി രാമനും മന്ത്രകോടി ധരിച്ച മൈഥിലിയും പൊൻപീഠങ്ങളിൽ ആസനസ്ഥരായി. തീർത്ഥജലം നിറഞ്ഞ കനക കലശങ്ങൾ നിരന്നു. ജനാവലികളും വന്നു നിറഞ്ഞു. ഓങ്കാര പ്രണവധ്വനിയാലും മന്ത്രോച്ചാരണ നിസ്വനങ്ങളാലും അന്തരീക്ഷം മുഖരിതമായി. നേരം വളരെ വൈകിട്ടും
മഹാരാജാവ് എഴുന്നള്ളാത്തത് എന്താണെന്ന് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. സ്തുതിപാഠകന്മാർ വേഗം കൈകേയിയുടെ അന്തഃപുരത്തിൽ ചെന്ന് ഉർവീപതി ഉണരാൻ വേണ്ടി സ്തുതിഗീതങ്ങൾ മുഴക്കി. അത് കേട്ട് കൈകേയി കോപിഷ്ഠയായി പുറത്തു വന്ന് ശകാരസ്വരത്തിൽ പറഞ്ഞു, മഹാരാജാവിന് ആലസ്യമാണ്, സ്തുതിഗീതങ്ങൾ അവസാനിപ്പിക്കുക. അതോടുകൂടി എല്ലാം ശാന്തമായി. അരജന് ആലസ്യമാണെന്ന് കേട്ട് മന്ത്രിപ്രവരനായ സുമന്ത്രര് ഉടനെ തന്നെ അവിടെ എത്തി. വെറും നിലത്ത് പൊടിയണിഞ്ഞ തറയിൽ ദുഃഖാർത്ഥനായി ശയിക്കുന്ന രാജപുങ്കവനെ കണ്ട് അപ്രകാരം സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് കേകയപുത്രിയോട് അദ്ദേഹം ചോദിച്ചു. മഹാരാജാവിന് രാത്രിയിൽ നിദ്ര ഒട്ടും ഉണ്ടായില്ലെന്നും സദാ രാമ രാമ എന്ന് വിളിച്ച് വിലപിക്കുകയാണെന്നും ആയതിനാൽ രാമനെ ഉടനെ വരുത്തുകയാണ് വേണ്ടതെന്നും കൈകേയി അഭിപ്രായപ്പെട്ടു. അത് കേട്ട് ദശരഥൻ കണ്ണുകൾ തുറന്ന് സങ്കടത്തോടെ പറഞ്ഞു, സുമന്ത്രരെ, എനിക്ക് രാമനെ കാണണം, പോയി അവനെ കൂട്ടിക്കൊണ്ടുവരൂ. അപ്പോൾ സുമന്ത്ര പറഞ്ഞു, രാമൻ പൂജകൾ നടക്കുന്ന അഭിഷേകവേദിയിൽ ദീക്ഷ ആചരിച്ചിരിക്കുകയാണ്. തിരുമനസ്സുകൊണ്ട് അവിടെ എഴുന്നള്ളേണ്ട സമയമായിരിക്കുന്നു. ദശരഥൻ പറഞ്ഞു, പൂജയും അഭിഷേകവും ഒന്നും വേണ്ട, എല്ലാം നിർത്തി എൻ്റെ പൊന്മകനെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. ദശരഥൻ എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കമിഴ്ന്നു കിടന്നു. ചലനമുള്ള ഒരു പ്രേതം നടന്നകലുന്നത് പോലെ ആ വൃദ്ധ സജീവോത്തമൻ ചിന്താപരിക്ലാന്തനായി പട്ടാഭിഷേകം മണ്ഡപത്തിലെത്തി വിവരം ധരിപ്പിച്ചു. തൽക്ഷണം തന്നെ കർമ്മങ്ങൾ അവസാനിപ്പിക്കാൻ വസിഷ്ഠൻ ആജ്ഞാപിച്ചു. രാമൻ ഉടൻ തന്നെ പിതാവിൻ്റെ അടുത്തെത്തി. കരഞ്ഞു തളർന്ന് അവശനായി കിടക്കുന്ന അച്ഛനെ മടിയിൽ കിടത്തിക്കൊണ്ട് പെട്ടെന്ന് ഇങ്ങനൊരു ആലസ്യമുണ്ടാകാൻ കാരണം എന്താണെന്ന് കൈകേയിയോട് ചോദിച്ചു. അച്ഛൻ ഇന്നലെ വൈകിട്ട് സന്തോഷത്തോടെ ഇങ്ങോട്ട് പോന്നതാണ്. ഇങ്ങനെ ഒരു ആലസ്യത്തിന്റെ വിവരം ഇവിടെ ആരും ഇതേവരെ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. കൈകേയി പറഞ്ഞു, പിതാവിന്റെ ദുഃഖത്തിന് കാരണക്കാരൻ രാമ നീ തന്നെയാണ്. നീ വിചാരിച്ചാൽ അച്ഛന്റെ ആലസ്യവും ആഴലും പെട്ടെന്ന് മാറ്റാനും കഴിയും. പണ്ട് അച്ഛൻ 2 വരം എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ആ വരങ്ങൾ ഞാൻ ഇന്നലെ ചോദിച്ചു. സത്യലംഘനം ചെയ്യാനുള്ള മടി കൊണ്ടാണ് അച്ഛന് ഈ വിഷമം ഉണ്ടായിട്ടുള്ളത്. ഒരു ഉത്തമ പുത്രന്റെ കടമ നീ നിർവഹിച്ചാൽ എല്ലാം നേരെയാകും. പുത്രന്റെ ധർമ്മം എന്താണെങ്കിലും നിശ്ചയമായും ഞാൻ അനുഷ്ഠിക്കും. അമ്മ എന്താണെന്ന് തുറന്നു പറയാൻ പറഞ്ഞു. അപ്പോൾ കൈകേയി പറഞ്ഞു, എന്നാൽ ഞാൻ പറയാം, നിനക്ക് വിഷമം തോന്നരുത്. ആ 2 വരങ്ങളും ഞാൻ ചോദിച്ചത്, ഒന്ന് ഭരതനെ രാജാവായി വാഴിക്കണമെന്നും മറ്റേത് 14 വത്സരം നീ കാനനത്തിൽ വാഴണമെന്നുമാണ്. അത് കേട്ടപ്പോഴാണ് അച്ഛന് ഈ ആലസ്യം ഉണ്ടായത്. അതുകൊണ്ട് അച്ഛനെ സത്യപരിപാലന നിഷ്ഠനാക്കണമെങ്കിൽ നീ വിചാരിച്ചാൽ മതി. കൈകേയിയുടെ വാക്കുകൾ കേട്ട് ഭയങ്കരി രാക്ഷസി എന്ന് ജനങ്ങൾ തന്നെത്താൻ ആക്രോശിച്ചു പോയി. രാമൻ പറഞ്ഞു, അമ്മേ, അച്ഛന്റെ മനോരഥം അറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ് ഉത്തമനായ പുത്രൻ. അച്ഛൻ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന പുത്രൻ മധ്യമനാണ്. പറഞ്ഞിട്ടും പ്രവർത്തിക്കാതെ നിരസിക്കുന്നവൻ പിതാവിന്റെ മലത്തിനു തുല്യം അധമനായ പുത്രനുമാണ്. അതുകൊണ്ട് അച്ഛന്റെ ആഗ്രഹം അറിഞ്ഞു പ്രവർത്തിക്കുവാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. ഭരതൻ രാജാവാകുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമാണ്. എന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് മാത്രമാണ് അമ്മ ഇങ്ങനെ ഒരു വരം വാങ്ങി എനിക്ക് സുഖജീവിതം അനുവദിച്ചു തന്നത്. രാജ്യഭരണ ക്ലേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി സുദീർഘമായ 14 സംവത്സരം ഈശ്വര ചിന്തയോടെ എനിക്ക് വിപിനത്തിൽ കഴിഞ്ഞുകൂടാമല്ലോ. എത്ര ആനന്ദകരമായ ജീവിതമാണത്. അച്ഛൻ എന്തുകൊണ്ട് എന്നോടിത് നേരത്തെ പറഞ്ഞില്ല? ഇന്നലെ തന്നെ അമ്മ എന്നോടിത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുഃഖമൊന്നും അച്ഛന് അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. കേകയത്തിൽ നിന്നും ഭരതനെ വരുത്തി വിഘ്നം വന്നിരിക്കുന്ന അഭിഷേകം പുനരാരംഭിച്ച് അവനെ അവനീപതിയായി വാഴിക്കുക. ഇളയമ്മയോടുള്ള അച്ഛൻ്റെ സത്യം പരിപാലിക്കുന്നതിന് ഞാൻ ഇപ്പോൾ തന്നെ ആരണ്യത്തിലേക്ക് പുറപ്പെടുന്നതാണ്. പുത്രന്റെ വാക്കുകൾ കേട്ട് ദശരഥൻ പുലമ്പി. എൻ്റെ പൊന്നോമൽ കൺമണി, സ്ത്രീജിതനായി പെണ്ണിനടിമയായി അധർമ്മഗർഭത്തിൽ ആപതിച്ചിരിക്കുന്ന നീചനായ ഈ അച്ഛനെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിലിട്ട് പൂട്ടിക്കൊണ്ട് നീ രാജാവായി വാഴുക മകനെ. അതുമൂലം എനിക്ക് സത്യലംഘന ദോഷവും വരികയില്ല. ഹാ രാമ, എൻ്റെ ആത്മാവിൻ്റെ ആത്മാവായ പൊന്നു കൺമണി, നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെ പിരിഞ്ഞ് നീയും എങ്ങനെ കാന്താരത്തിൽ കഴിഞ്ഞുകൂടും? ഇങ്ങനെ കരഞ്ഞും തഴുകിയും ദീർഘനിശ്വാസങ്ങൾ വിട്ടും പിന്നെയും കരഞ്ഞും പിന്നെയും മുറുകെ പുണർന്നും ഇങ്ങനെ വല്ലാത്ത ദുഃഖ ചാബല്യങ്ങൾ കാണിക്കുന്ന ജനകന്റെ മുഖത്ത്
കുളിർ ജലം തളിച്ച് വസ്ത്രാഞ്ചലത്താൽ അശ്രുക്കൾ തുടച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി രാമൻ സമാധാനപൂർവ്വം സാന്ത്വനപ്പെടുത്തി. അച്ഛനെ സത്യപരിപാലനാക്കാൻ എനിക്ക് കഴിവുണ്ട്. അച്ഛൻ എന്തിനു സങ്കടപ്പെടുന്നു? രാജ്യം ഭരതൻ വാണുകൊള്ളട്ടെ. അരണ്യം വാഴാൻ ഞാനും ആഗ്രഹിക്കുന്നു. 14 വർഷമല്ലേ വേണ്ടൂ. കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് ആ കാലഘട്ടം കഴിയും. അതുവരെ അച്ഛൻ മനസമാധാനത്തോടെ സൗഖ്യമായി ഇവിടെ കഴിയൂ. എന്നേക്കാൾ പിതൃഭക്തനാണ് ഭരതൻ. അതിലും അച്ഛൻ ഭാഗ്യവാനാണ്. ഇളയമ്മേ, ഇനി ഞാൻ ഒട്ടും താമസിക്കുന്നില്ല. ആദിത്യനും 5 നാഴികയോളം പുലർന്നു കഴിഞ്ഞു. അമ്മയോടും സീതയോടും യാത്ര പറഞ്ഞതിന് ശേഷം ആ നിമിഷം തന്നെ ഞാൻ കാനനവാസത്തിന് പുറപ്പെടുന്നതാണ്. കേകയത്തിലേക്ക് ദൂതനെ അയച്ച് ഭരതനെ വേഗം തന്നെ വരുത്തണം. ഏവും വിധം പറഞ്ഞ് പിതൃപാദങ്ങളിൽ വീണ്ടും വീണ്ടും വന്ദിച്ച് കൈകേയിയുടെ യാത്രാനുവാദവും വാങ്ങി രാമൻ മാതൃഗൃഹത്തിലേക്ക് യാത്രയായി. ഇതിന്റെ ബാക്കി നമുക്ക് നാളെ പറയാം.